20 അടിയോളം റോഡിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടാണ് ഇവിടെ ആവശ്യം പൈലിങ്ങിൻ്റെ കണക്കായിട്ടാണ് സർവീസ് റോഡിൻ്റെ വാൾ വരിക, സൈഡ് വാള്. അതിന് ശേഷമാണ് നമ്മുടെ സർവീസ് റോഡിൻ്റെ വാൾ, അത് അടിയിൽ കൂടി വരുന്ന കോൺക്രീറ്റ്. ഏതായാലും ഒരു മുഷ്കിൽ, ഒരു ഡേഞ്ചർ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് പൂർത്തിയാവാണ്ട് കേട്ടോ. ഞാൻ കുറേ കാലമായി ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് വർക്കൊക്കെ ഒന്ന് ഏകദേശം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കാത്തുനിന്നാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചാൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം ഇവിടെ തകൃതിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ ഇവിടെ സൈഡ് വാൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവർ കുറച്ച് കാലമായി. പക്ഷേ ഇപ്പോൾ തൊട്ടടുത്ത ആഴ്ച ആയിട്ട് ഉഷാറായിട്ട് ഇങ്ങനെ വർക്ക് നടക്കുന്നു. ഇവിടെ ദാ മുകളിലേക്ക് നമ്മുടെ ഹൈലൈറ്റ് ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് റോഡ്, അവിടെയൊക്കെ നമ്മൾ പോയി നോക്കാം അവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നത് എന്നുള്ളത്. റോഡിൻ്റെ മുകളിൽ ഏകദേശം ഇതാ ഈ ഉയർത്തുന്ന ഭാഗത്തേക്കുണ്ടല്ലോ ഒരു 50-60 അടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഏതായാലും ഒരു ഡേഞ്ചർ വർക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നല്ല സെറ്റപ്പിൽ തന്നെ വർക്ക് ആയിട്ടില്ലെങ്കിൽ സംഭവം കൊള്ളാവട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ വാൾ തന്നെ ഒരു 20 അടിയോളം ഹൈറ്റിൽ ഇവർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇങ്ങനെ പോകാണ്ട് സർവീസ് റോഡ് ഈ സൈഡിൽ കൂടി അങ്ങനെ പോകാനുള്ളതാണ്. അവിടെ നമ്മുടെ കരിമ്പാറ കട്ട് ചെയ്തെടുത്ത ഏരിയ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത്രയും ഭാഗം അവർ കോൺക്രീറ്റ് ചെയ്തത് ഡ്രില്ല് ചെയ്ത് കമ്പിയൊക്കെ ഇട്ടതിന് ശേഷമാണ് അവിടെ സൈഡ് വാൾ. നല്ല സ്ട്രോങ് സൈഡ് വാൾ തന്നെയാണ്. അതൊന്നും ഇനി എത്ര വെയിറ്റ് വന്നാലും അങ്ങോട്ട് മാറിയില്ല കേട്ടോ. നമ്മുടെ ഈ സർവീസ് റോഡ് അവർ വാഹനങ്ങൾക്കൊക്കെ ഒന്ന് വരാൻ വേണ്ടി തുടക്കം അവർ ഇങ്ങനെ CTSP മിക്സിങ് ഒക്കെ ഇട്ട് അവിടെ ടൈറ്റ് ആക്കുന്നുണ്ട്. തൽക്കാലം അവർ പെട്ടെന്ന് ഒരു 1 ടാറിങ് അവർ ഫസ്റ്റ് ടാറിങ് അവർ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താ വാഹനങ്ങൾക്ക് അവർക്ക് ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതുകൊണ്ട് അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് അങ്ങോട്ട് പോകാനുള്ളത്. ഇവിടെ മുകളിലേക്ക് ഇവിടെ താഴത്തൊരു പൈലിംഗ് മെഷീൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് അവർക്ക് പൈലിംഗ് ചെയ്യാനുണ്ട് കേട്ടോ. മുകൾ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഹൈലൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് ഇത് പോകുന്നത്, സർവീസ് റോഡ്. അപ്പം ഇവിടെ അങ്ങോട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് ഡേഞ്ചറായിരിക്കും. അപ്പോൾ അവരൊക്കെ ഇത് കുറേ കാലം നിർത്തിയിട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ അവിടെ എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു വർക്ക് ചെയ്യാതെ. അപ്പോൾ അവർ കംപ്ലൈൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഇവിടെ നല്ല പൈലിംഗ് ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. മെഷീനൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ പോയി നോക്കാം എന്താ വർക്ക് എന്നുള്ളത്. ഓ, നല്ലൊരു ഉയർച്ച തന്നെ കേട്ടത്. ഇവിടെ ഈ ഫ്ലാറ്റുള്ളവർക്കൊക്കെ വലിയ നല്ല ഹൈറ്റുള്ളൊരു ഏരിയ ആയിരുന്നു. പണ്ടത്തെ ബൈപ്പാസേ ഇവിടെ അടിയിൽ നല്ല കോൺക്രീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അടിയിൽ അതിൻ്റെ മുകളിലാണ് ഇവർ ടാറിങ് ഒക്കെ ചെയ്തത്. എന്താ വെച്ചാൽ ഇവിടെ നല്ല വെള്ളം ഉറവെടുക്കുന്ന ഒരു ഏരിയ ആണ്. ഏത് സമയത്തും മഴക്കാലം കഴിഞ്ഞാലും വെള്ളം ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ എടുക്കുന്ന ഒരു ഏരിയ ആണ്. ടാറിങ്ങൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പോൾ സെറ്റപ്പ് വർക്ക് അടിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകൾ ഭാഗമാണ് അടിപൊളി ആകാനുള്ളത്. വാവ്, ഇന്ന് മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ കുറേ ഉയരത്തിലെത്തിയല്ലോ. പൈലിംഗ് ഏരിയ എവിടെയാണെന്ന് നോക്കാട്ടോ. യെസ്, ഇതാണ് നമ്മുടെ ഹൈലൈറ്റിൻ്റെ ഫ്ലാറ്റ്. വാവ്. അപ്പം നമ്മുടെ ഹൈലൈറ്റ് ബിൽഡിങ്ങിൻ്റെ 60 അടിയോളം ഉയരത്തിലുള്ള ഒരു ബൗണ്ടറിയാണ് കേട്ടോ. ഈ ബൗണ്ടറി കണക്കായിട്ടാണ്, കറക്റ്റ് ലെവലിലാണ് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ ഒരു തൂക്കട്ടുണ്ടെങ്കിൽ അതിന് ലെവലായിട്ടാണ് വരിക. നമ്മൾ താഴത്തു നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ബൗണ്ടറി കണക്കായിട്ട് നല്ലൊരു സൈഡ് വാൾ ഇവിടെ പണിയേണ്ടതുണ്ട്. ആ സൈഡ് വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കരിങ്കല്ലാണുള്ളത്. കരിങ്കല്ലിൻ്റെ അപ്പം ആ മുൻഭാഗത്തേക്ക് മാത്രം അവർ പൈലിങ് ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഈ ഭാഗത്തേക്ക് അവർ കരിങ്കല്ല് ആണെന്നുണ്ടെങ്കിൽ അവരത് കട്ട് ചെയ്ത് സെറ്റപ്പാക്കി എടുക്കും. പക്ഷെ മുൻഭാഗത്ത് അവിടെ കരിങ്കല്ല് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫുള്ള് പൈലിംഗ് ആണ്. പൈലിംഗ് ചെയ്ത് അടിയിലേക്ക് എത്തി നല്ല സപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് മുകൾ ഭാഗം ഫുള്ള് സപ്പോർട്ട് റെഡിയാക്കും. അടിപൊളി സ്ട്രോങ് വർക്ക് എടുത്തതിന് ശേഷം പിന്നെ താഴെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിക്കും. ഏതായാലും KAMC ഹൈ സ്പീഡിൽ
ഇവിടെ തീർക്കാനുള്ള പരിപാടി തന്നെയാണ്. അവർ അടുത്ത സെക്ഷനിലേക്ക് ക്യാൻസിങ്ങിന് കേരളത്തിൽ വർക്ക് കുറവാട്ടോ. അവർക്കിനി ആന്ധ്ര, കർണാടക ഇങ്ങനെയുള്ള ഏരിയയിലാണ് റെയിൽവേയുടെ വർക്കുകളൊക്കെ ആണ്. ഓ, ഈ ബൗണ്ടറി കുറച്ചും കൂടി ചേഞ്ച് ആക്കുന്നുണ്ട് അല്ലേ? അതന്നെ വേണം. അവിടെ ഇതിൻ്റെ സ്ഥലം എന്തായാലും ഉണ്ടാകുന്നത്. നമ്മൾ കറക്റ്റ് തൂക്കം കാണുമ്പോൾ ഇവിടെ 2 ലൈൻ അവിടെ, പിന്നെ ഒരു ലൈനും കൂടി വന്ന്, പിന്നെ സർവീസ് റോഡ്, അതിനുള്ള സ്ഥലം നമ്മൾ താഴത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ സർവീസ് റോഡ് കൊടുക്കാന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇതാ ഈ ബൗണ്ടറിയുടെ ഇവിടുന്ന് ഈ ഭാഗത്ത് ഒരു 8 അടിയോളം മാറിയിട്ടാണ് നമ്മുടെ പൈലിങ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലെ എങ്ങനെ ഈ ലെവലിൽ അങ്ങനെ പോയിട്ട് ബൗണ്ടറിൻ്റെ അവിടുന്ന് കുറച്ചൊരു മാറ്റം വരും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിനുള്ള സ്ഥലം ഉണ്ടാകും. താഴത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങും ഇവരുടെ ബൗണ്ടറി തമ്മിൽ തീരെ സ്ഥലമില്ലാത്ത മാതിരി നമുക്ക് തോന്നട്ടോ. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് വർക്ക് വരുന്നതിന് മുമ്പ് ഫ്ലാറ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നവരെ വേണം സമ്മതിക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് പണിയെടുക്കാഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വന്നത്. ഏതായാലും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് നല്ല ഈ ഫ്ലാറ്റിനെ നല്ല സുരക്ഷയോടുകൂടി നിലനിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വർക്ക് ഇവിടെ പൈലിംഗ് ജോലിയായിട്ട് അവിടെ തിരഞ്ഞെടുത്തത്. ഏതായാലും ഇവർ ഹൈലൈറ്റിൻ്റെ ആളുകളുടെ കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പം. അതുകൊണ്ടൊക്കെ പൈലിങ്ങിലേക്ക് എത്തി കുറച്ച് ഭാഗം സ്ഥലം ഹൈലൈറ്റ് വിട്ടുകൊടുക്കാനും തയ്യാറായിട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും നല്ല സ്ട്രോങ് വർക്ക് തന്നെ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 1, 2, 3 പൈലിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുമ്പോട്ട് പൈലിങ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞിക്കണോ പൈലിങ്? ചിലപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് ഇവിടെ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ താഴ്ചയിലേക്ക് ഏരിയയിലായിട്ട് അവിടെ മണ്ണൊക്കെ കൂടി ഇടിഞ്ഞു പോയിട്ട് അവർ തൽക്കാലം ഒരു സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്തിയത്. നമ്മൾ താഴത്തുനിന്ന് വാഹനങ്ങൾ പോകുന്നത് അവിടെ നിന്ന് കാണാൻ പറ്റും. ഹൈലൈറ്റിൻ്റെ ബിൽഡിങ് കണക്കായിട്ട് നല്ലൊരു ബൗണ്ടറി ഉണ്ടല്ലോ, പാർക്കിങ്ങിൻ്റെ ഇത് കണക്കായിട്ടല്ലേ. അപ്പോൾ നമ്മുടെ താഴത്തുള്ള മെഷീനും കൂടി ഇങ്ങോട്ട് കയറി വരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പൈലിങ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പൈലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ച് പൈലിങ് കൊടുക്കും കേട്ടോ. ഫുള്ള് കരിമ്പാറായതുകൊണ്ട് പൈലിങ് പെട്ടെന്ന് അങ്ങോട്ട് താവില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും. കരിമ്പാറ കുറച്ച് നല്ല താത്തിയതിന് ശേഷം പൈലിങ് കൊടുത്താൽ തന്നെ സപ്പോർട്ട് ഉഷാറാകുള്ളൂ. സാധാരണ നമ്മൾ ഒരു പാലത്തിൻ്റെ പൈലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പാറ എത്തുന്നത് വരെയുള്ള പൈലിങ്ങാണ് അധികം ഉണ്ടാകുക. അതങ്ങനെയല്ല, കരിമ്പാറയും തുളച്ചിട്ടുള്ള സപ്പോർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൈലിങ്ങിൻ്റെ താഴത്തേക്കുള്ള ആഴം എത്രയെന്ന് ചോദിച്ചാൽ ഒരു 18 മീറ്റർ കേട്ടോ. 18 മീറ്റർ മൊത്തം ഒരു 56 ഫീറ്റ് അല്ലേ? 54 ഫീറ്റ്. ഓക്കെ, 54 ഫീറ്റ് താഴ്ചയിലേക്ക് പോകും. അതായത് ഒരു 25 അടിയോളം നമ്മുടെ സർവീസ് റോഡിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 35 അടി. യെസ്, അപ്പോൾ ഒരു 10-20 അടിയോളം റോഡിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടാണ് ഇവിടെ ആവശ്യം പൈലിങ്ങിൻ്റെ കണക്കായിട്ടാണ് സർവീസ് റോഡിൻ്റെ വാള് വരിക, സൈഡ് വാള്. അതിന് ശേഷമാണ് നമ്മുടെ സർവീസ് റോഡിൻ്റെ വാള്, അത് അടിയിൽ കൂടി വരുന്ന കോൺക്രീറ്റ്. ഏതായാലും ഒരു മുഷ്കിൽ, ഒരു ഡേഞ്ചർ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തോളം എടുക്കും കേട്ടോ. പൈലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കരിമ്പാറ തുളച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ആ ചുരുങ്ങിയ ചെറിയ ഏരിയയിലേക്ക് രണ്ടാമത്തെ പൈലിങ് മെഷീനും കൂടി അവരിവിടെ എത്തിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കരിമ്പാറ തുളച്ച് പോകണം. സാധാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിഡ്ജിൻ്റെ പൈലിങ് വെക്കാന്നുണ്ടെങ്കിൽ കരിമ്പാറ കണ്ടാൽ നിർത്തലാണ്. പക്ഷേ ഇവിടെ കരിമ്പാറ തുളച്ച് പോകണം. അതുകൊണ്ട് തന്നെ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മെഷീൻ വെച്ച് കളിച്ചതാണ്, പക്ഷേ പോരാ. അങ്ങനെയാണ് രണ്ടാമത്തെ മെഷീൻ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ 2 മെഷീനും കൂടി അവിടെ കളിക്കുകയാണ്. അവിടെ അതിൻ്റെ മുകളിൽ 2 മെഷീൻ നിൽക്കുക. അതും ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെ. ഞാൻ പറഞ്ഞില്ല, ഒരു 10 അടിയോളം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കാണുമ്പോൾ ഒരു സമാധാനമാണ് അതിൻ്റെ മുകളിൽ.
താഴത്തു കൂടിയൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ തൊട്ടടുത്ത് കൂടിയാണ് ഫുള്ള് പോകുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ് ഫുള്ള് ബ്ലോക്കാണ്. ഇനി പറയാൻ പറ്റില്ല, അടിയിലേക്ക് വർക്ക് കൂടുതൽ അടുക്കുന്ന സമയത്ത് ഈ ഭാഗം മൊത്തത്തിൽ അടയ്ക്കാൻ വരെ സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടോളും കൂടി അടിക്കേണ്ടി വരും. ഇവിടെ ഇത്രയും ഏരിയ അവർ ഡ്രെയിനേജൊക്കെ വാർത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഏകദേശം 6 മീറ്റർ വീതി സർവീസ് റോഡ്, 6 മീറ്റർ വീതി ഉണ്ടാവും. ഇനി ഈ ഹൈറ്റ് കൂടിയ ഭാഗത്തേക്ക് ഇനി വീതി കൂടില്ല, 6 മീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ. ഇതന്നെ സ്ഥലം ഒപ്പിച്ചെടുത്തൊരു ഏരിയ അല്ലേ. നല്ല ബ്ലോക്ക് തന്നെയാണ് ഇവിടെ, ഫുള്ള് ബ്ലോക്ക് തന്നെ കേട്ടോ. ഇവിടെ പഴയ റോഡ് നമ്മുടെ മാത്ര ഇരിങ്ങല്ലൂരിലേക്ക് പോണ റോഡ്, ഇതിലൂടെ വരുന്ന വാഹനങ്ങൾ ഇവിടെ വെച്ച് നിൽക്കേണ്ടി വരും കേട്ടോ. അവിടെയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ 3-4 വാഹനങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വരുന്ന ആളുകൾ ഇതിലേ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകേണ്ട ഗതികേട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മെട്രോ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെട്രോൻ്റെ ആ ബൗണ്ടറിയിലേക്കൊരു 2.5 മീറ്റർ 3 മീറ്റർ അല്ലേ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, മെട്രോ ഹോസ്പിറ്റലിന് സ്ഥലം വളരെ കുറവാണ്. ഇവിടെ ആട്ടോ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് വീണ്ടും കോഴിക്കോട് തന്നെ വരുന്നൊരു ഏരിയ ആണ് കാണുന്നത്. ബിൽഡിങ്ങുകളുടെ അതിൻ്റെ ഒരു ലോകം തന്നെ ആട്ടോ അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോകുമ്പോൾ കാണാം. അതൊക്കെ ഇനി ബിൽഡിങ്ങുകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേ നിൽക്കുകയാണ്. നല്ല ബ്ലോക്കാട്ടോ അവിടെ. ഹൈലൈറ്റിലേക്ക് പോകുന്ന വാഹനങ്ങളും പിന്നെ നമ്മളെ ഹൈവേ കൂടി NH-66 കൂടി അങ്ങ് അകലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ കൂടി നല്ല ബ്ലോക്കുള്ള ഒരു ഏരിയ ആണ്. ഈ കാറിൽ ഭൂരിഭാഗം ഈ കാറുകളൊക്കെ ടോള് കൊടുത്ത് വരുന്ന വാഹനങ്ങളാട്ടോ. അവർക്കൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. ഏതായാലും ടോള് കൊടുത്ത് ഒക്കെ വന്നിങ്ങനെ ബ്ലോക്കിലൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം പിടിക്കില്ല അല്ലേ. ഇനി ഇവിടെ കുറച്ച് ഭാഗം ഇവിടെ കരിങ്കല്ല് കട്ട് ചെയ്തെടുത്ത ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ സൈഡ് വാൾ കോൺക്രീറ്റ് അങ്ങനെ ചെയ്യാനുള്ളത്. ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജോയിൻറ്റിൽ കമ്പിയൊന്നും ഇടാതെ ഇനി വേറെ എന്താ വർക്കാണ് അങ്ങോട്ടേക്ക്. എന്തായാലും പാറ കംപ്ലീറ്റ് ഡ്രില്ല് ചെയ്ത് കമ്പി ഇട്ടതിന് ശേഷമാണ് അവർ ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്തത്. നല്ല സെറ്റപ്പിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഏതായാലും നല്ല ബ്ലോക്ക് തന്നെ. ടോള് കൊടുത്ത് വരുന്ന വാഹനങ്ങളൊക്കെ നല്ല അരിശം വരുന്നുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.